ഹലോ എവ്രി വൺ. അപ്പോൾ അത് നേരത്തെ ക്ലീനിങ് വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ. സത്യം പറയട്ടെ, ഞാൻ നേരത്തെ എനിക്ക് കുക്കിങ്ങിന്റെ ABCD അറിയില്ലായിരുന്നു. ഇവിടെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് കേട്ടോ. മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അമ്മ മരിച്ചിട്ട് 4 വർഷമായി. ഞാൻ ഇവിടെ വന്ന് ഒരു 4-5 മാസം എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഓരോ കറി വെക്കുമ്പോഴേ എങ്ങനെ വെക്കണം, ഏത് രീതിയിൽ വെക്കണം എന്നെല്ലാം അമ്മയാണ് പഠിപ്പിച്ചത്. ഇപ്പൊ അമ്മ മരിച്ചിട്ട് ഒരു 4 വർഷമാവുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ ഓരോ കറി വെക്കുമ്പോഴും ഓർക്കും, എനിക്ക് ഈ കറി അമ്മയാണല്ലോ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചു തന്നത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ബാക്കി അറിയാൻ മേലാത്ത കറികൾ പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ആക്ച്വലി ഫുഡ് കഴിക്കുക, ഒരുങ്ങി സ്കൂളിൽ പോവുക, വരിക, നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്ത് തരാൻ ഒരാൾ, പിന്നെ അത് അയൺ ചെയ്ത് തരാൻ അപ്പൂപ്പനുണ്ട്, പിന്നെ മുടി കെട്ടിത്തരാൻ അമ്മൂമ്മയുണ്ട്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഞാൻ വളർന്നത്. എല്ലാവരും അങ്ങനെ ആണോന്നില്ല. ചെറുതിലെ മുതലേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര മെച്യൂരിറ്റിയോടുകൂടി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ജോലി ചെയ്യുന്നതാണോ മെച്യൂരിറ്റി എന്നല്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജേർണിയിൽ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ കഴിച്ചിട്ട് പാത്രം വാഷ് ബേസിനകത്ത് കൊണ്ടിടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ജോലി. പക്ഷെ അത് ജസ്റ്റ് ഇവിടെ വന്നപ്പം പെട്ടെന്ന് എൻ്റെ കൈ എനിക്കൊരു അബദ്ധം പറ്റിയതുപോലെ അങ്ങനെ 1-2 വട്ടം ചെയ്തപ്പോൾ അത് ഒരാൾ നോട്ടീസ് ചെയ്തിട്ട് അത് പിന്നീട് അതെനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കുകയും ഞാൻ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട്, ഞാൻ എടുത്ത ഒരു തീരുമാനവും വാശിയും, ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം ഒറ്റയ്ക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ചെയ്യണം എന്നുള്ളത്. ആ ഒരു വ്യക്തിയോടുള്ള വാശിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിപ്പോഴും എനിക്കൊരു ട്രോമയാണ്. പക്ഷെ ആ ഒരു വാശി എന്നെ എത്തിച്ചത് ഇന്ന് യൂട്യൂബ് ചാനൽ വരാണ് കേട്ടോ. ആ വാശിയിൽ ഞാൻ വിജയിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒരു 3 വർഷം കഴിയുമ്പോൾ ഞാനൊരു 90% യൂട്യൂബിൽ ക്ലിക്ക് ആയാലും ഇല്ലെങ്കിലും ഞാനൊരു 90% വിന്നായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ബാക്കി 10% കൂടെ ഞാൻ വിന്നായോ എന്നുള്ളത് ഒരു 3 വർഷം കഴിയുമ്പോൾ ഇതേ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീണെടുത്ത് നിന്ന് എണ്ണീറ്റ് പിന്നെയും ചെയ്യുക. അപ്പോഴാണ് നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഒരു വട്ടം വീണു പോയി എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഉപേക്ഷിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. പാത്രം കഴുകുക, കഴിച്ചാൽ ഉടൻ കഴുകുക എന്ന് പറയുന്ന ഒരു നിയമമാണോ? ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചിലർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കൃതിക കാണിച്ചത് എൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ. ഞാനും പാറും കൂടെ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.